ഹോളിവുഡിനെ മാത്രമല്ല ഇങ്ങ് കേരളത്തിലെ തിയേറ്ററുകളെയും ബോക്സ് ഓഫീസിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊച്ചു ചിത്രം വലിയ തരംഗം സൃഷ്ടിക്കുകയാണ്. യൂട്യൂബറും കൊമേഡിയനുമായ കരി ബാർക്കർ രചനയും സംവിധാനവും നിർവഹിച്ച ഒബ്സഷൻ എന്ന ഹൊറർ ത്രില്ലർ ചിത്രം റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലെല്ലാം വൻ റെക്കോർഡ് കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ താരനിരയോ ആർഭാടങ്ങളോ ഇല്ലാതെ തികച്ചും ലളിതമായ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഒരു ചിത്രം ആഗോളതലത്തിലും പ്രാദേശിക വിപണിയിലും ഒരേ സമയം തരംഗമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ആദ്യ വാരം പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ ഈ ഹൊറർ ചിത്രം രണ്ടാം വാരത്തിലേക്ക് കടന്നപ്പോഴേക്കും പ്രേക്ഷകരുടെ മികച്ച പ്രതികരണങ്ങൾ കൊണ്ട് കൂടുതൽ സ്ക്രീനുകളിലേക്ക് വ്യാപിക്കുകയും കേരളത്തിൽ നിന്നും മാത്രം ഇതിനകം 2 കോടിയിലധികം രൂപ നേടുകയും ചെയ്തു എന്നത് സിനിമാ പ്രേമികളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഈ അസാധാരണ വിജയത്തിന്റെ കാതൽ പരിശോധിച്ചാൽ അതിശയിപ്പിക്കുന്ന ചില സാമ്പത്തിക സാങ്കേതിക വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 9 കോടിയോളം രൂപ മാത്രം നിർമ്മാണ ചെലവ് വന്ന ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനകം തന്നെ 100 കോടിയിലധികം രൂപയാണ് കൊയ്തെടുത്തിരിക്കുന്നത്. ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് നടന്ന പ്രീമിയറിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രത്തിന്റെ വിതരണാവകാശം പ്രമുഖ കമ്പനിയായ ഫോക്കസ് ഫീച്ചേഴ്സ് വൻ തുകയ്ക്കാണ് സ്വന്തമാക്കിയത്. മികച്ച ഒരു തിരക്കഥയും കൃത്യമായ സംവിധാന മികവും ഉണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റുകൾ ഇല്ലാതെ തന്നെ ആഗോള നിലവാരത്തിലുള്ള ചലച്ചിത്രങ്ങൾ സൃഷ്ടിക്കാമെന്ന് ഈ ചിത്രം അടിവരയിടുന്നു. സൂപ്പർ താര പരിവേഷണങ്ങളെക്കാൾ ഉപരിയായി സിനിമയുടെ ഉള്ളടക്കത്തിനും മേക്കിങ്ങിനും കാണിച്ച സൂക്ഷ്മതയാണ് ഒബ്സഷൻ എന്ന ചിത്രത്തെ ഇത്ര വലിയ വിജയത്തിലേക്ക് നയിച്ചത്. കേരളത്തിലെ പ്രേക്ഷകർക്കിടയിൽ ഈ ചിത്രത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത നമ്മുടെ സിനിമാ വ്യവസായത്തിനും പ്രേക്ഷക സംസ്കാരത്തിനും വലിയൊരു സൂചനയാണ് നൽകുന്നത്. ഭാഷാഭേദമന്യേ മികച്ച ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രങ്ങളെ ഇവിടുത്തെ സിനിമ ആസ്വാദകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നതിന് തെളിവാണ് ഓരോ ദിവസവും തിയേറ്ററുകളിൽ കൂടിക്കൊണ്ടിരിക്കുന്ന തിരക്ക്. മുൻപ് റിലീസ് ചെയ്ത വമ്പൻ ചിത്രങ്ങളുടെ റെക്കോർഡുകളെ പോലും അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഈ കൊച്ചു ചിത്രം മുന്നേറുന്നത്. സിനിമയുടെ കഥാപരിസരത്തോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന അഭിനേതാക്കളുടെ പ്രകടനവും അനാവശ്യമായ സിനിമാറ്റിക് ആർഭാടങ്ങൾ ഒഴിവാക്കിയുള്ള സാങ്കേതിക സമീപനവും പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറി. വ്യാജമായ ഹൈപ്പുകൾക്കോ പരസ്യ കോലാഹലങ്ങൾക്കോ പിന്നാലെ പോകാതെ ശുദ്ധമായ സിനിമാറ്റിക് ക്രാഫ്റ്റിൽ വിശ്വസിച്ചതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് വിജയം. ഹൊറർ ജോണറുകളിൽ പൊതുവെ കണ്ടുവരാറുള്ള സ്ഥിരം ക്ലീശകളെ മറികടന്നുകൊണ്ട് പ്രേക്ഷകനെ മാനസികമായി ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. കേവലം കുറഞ്ഞ ചിലവിൽ യൂട്യൂബ് വീഡിയോകൾ ചെയ്തു തുടങ്ങിയ ഒരു ക്രിയേറ്റർക്ക് തന്റെ മേക്കിംഗ് സ്റ്റൈലിലൂടെ ആഗോള ബോക്സ് ഓഫീസിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നത് സിനിമയെ ഗൗരവമായി കാണുന്ന ഏതൊരു സ്വതന്ത്ര സിനിമാ നിർമ്മാതാവിനും വലിയൊരു പ്രചോദനമാണ്. സിനിമാ നിർമ്മാണത്തെയും വിപണനത്തെയും കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ തിരുത്തിക്കുറിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ ഓരോ സിനിമാ പ്രേമിയും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും പുതിയ ചിന്താഗതികൾക്കും ഇത്തരം വിജയങ്ങൾ എത്രത്തോളം അനിവാര്യമാണെന്ന് തിരിച്ചറിയാൻ ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കുതിപ്പിനെ കുറിച്ചും അതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചർച്ചകൾക്കായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവയ്ക്കുക.